بدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നബിദിനാഘോഷ റാലി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ലോകമെമ്പാടും മുത്ത് റസൂലിൻ്റെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാ. എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? അത് മറ്റൊന്നുമല്ല, മൗദൂദി ചാനലിൽ ഈ നബിദിനാഘോഷത്തിൻ്റെ മീലാദുൻ നബിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റാലികളുടെയും മറ്റും വാർത്തകൾ നൽകുക എന്നതിനപ്പുറം മൗദൂദി ചാനലിൻ്റെ റിപ്പോർട്ടർ അള്ളാഹിൻ്റെ റസൂലിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വരികൾ തുടക്കം ആദ്യം പാടിയിട്ട് റിപ്പോർട്ടിംഗ് ആരംഭിക്കുകയാ. ഇതിലേറെ അനുഭൂതി മറ്റെന്താണ് നമുക്ക് വേണ്ടത്? ഒരു റിപ്പോർട്ടർ തൻ്റെ റിപ്പോർട്ടിംഗ് ആരംഭിക്കുന്നത് നബിദിനത്തിന് നമ്മളെല്ലാവരും വീടുകളിലും പള്ളികളിലും മദ്രസകളിലും നമ്മുടെ ആഘോഷവേദികളിലും എല്ലായിടത്തും നമ്മൾ ചൊല്ലി വരുന്ന ആ വരികൾ, അതിങ്ങനെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രകീർത്തനം, അതിങ്ങനെ ചൊല്ലിയതിന് ശേഷം ആ റിപ്പോർട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. എന്തൊരു ആനന്ദകരമായ നിമിഷം എന്നറിയോ? വല്ലാതെ സംടൈം നമ്മൾ ചെറുതായിട്ട് അല്ലെങ്കിൽ വളരെ വലുതായിട്ട് നമ്മൾ വികാര നിർഭരരായി മാറുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹാണ് പറയുന്നത് അല്ലേ? പിഞ്ചു കുട്ടികൾ മുതൽ വയസ്സായി പ്രായമായ കാരണവന്മാർ വരെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുകയാണ്. അതിനെ സ്വീകരിക്കാൻ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഓരോ നാട്ടിലെയും ജനങ്ങൾ, ആണും പെണ്ണും എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചും സഹകരിച്ചും അതൊരു വലിയ വിജയമാക്കി മാറ്റുകയാണ് അല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ പള്ളികളിലും മദ്രസകളിലും റാലികളും നബിദിന റാലികളും മൗലിദ് പാരായണങ്ങളിലും ഭക്ഷണ വിതരണവും എല്ലാം നടത്തി നമ്മൾ. കാരണം ഒന്നേ ഉള്ളൂ. ഒരൊറ്റ കാരണം മാത്രം, മുത്ത് റസൂൽ എന്ന കാരണം മാത്രം അല്ലേ? പലരും ഈ തെളിവ് ചോദിച്ച് നടക്കുകയാണ്. നടക്കട്ടെ, തെളിവ് ചോദിച്ച് നടക്കട്ടെ, ആര് വേണമെങ്കിലും നടന്നോട്ടെ. തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ, തെളിവെന്ന് പറയുന്നത് അത് നീ മുസ്ലിം ആകണമെങ്കിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണമാണ് അള്ളാഹിൻ്റെ റസൂലിനെ ആഘോഷിക്കണമെന്നുള്ളത്. പടച്ച തമ്പുരാന്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു, പക്ഷെ അത് ആവർത്തിച്ച് പറയുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം സോഷ്യൽ മീഡിയകളിൽ ചില ഇടങ്ങളിൽ അവിടെയും ഇവിടെയുമൊക്കെ ചില ഈ ചൊറിയം പുഴുക്കളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞേ മതിയാകൂ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാര്യം അത് പറയും, അത് പറയാതെ മുന്നോട്ടില്ല. അള്ളാഹിൻ്റെ റസൂലിനെ ആഘോഷിക്കാതെ ഒരാഘോഷം ഇല്ലടോ മുസ്ലിമിന്. അള്ളാഹിൻ്റെ റസൂലിനെ ആഘോഷിക്കാതെ ഒരാഘോഷമില്ല. അത് ആഘോഷിക്കുന്നില്ലേ, എന്നാ പിന്നെ നിന്റെ ജീവിതത്തിലെ ഒരാഘോഷങ്ങളും നിനക്ക് അനുവദനീയമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അള്ളാഹിൻ്റെ റസൂലിനെ ആഘോഷിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, അതിന് നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ, ഇതൊരു ഒരു തൗഫീഖാണോ? ഇതൊരു തൗഫീഖാ. എന്താ തൗഫീഖ്? അള്ളാഹിൻ്റെ റസൂലിനെ അബൂബക്കർ സിദ്ദീഖ് ഇൻ്റെ മുത്ത് തങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. യെസ്, പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടു എന്ന് അബൂബക്കർ സിദ്ദീഖിനോട് മറുപടി മറ്റൊരു സഹാബ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, ഇനി അതിൽ രണ്ടിലൊന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാ, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. അതുപോലെ അള്ളാഹിൻ്റെ റസൂലിനെ അംഗീകരിക്കാനും അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വസിക്കാനും കഴിയണം. അപ്പോൾ അത് കഴിയുന്നവർക്ക് ചോദ്യങ്ങളുടെ ഒരു വലിയ ചോദ്യാവലി തയ്യാറാക്കേണ്ടി വരില്ല. ആ ഒരു വിശ്വാസം ഏത്? അബൂബക്കർ സിദ്ദീഖിനെ പോലെ അൺകണ്ടീഷണൽ
അൺകണ്ടീഷണലായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ സാധിച്ചാൽ അവിടെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഞാൻ ഇന്നലെ സിദ്ദീഖുൽ അക്ബറിൻ്റെ റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞു, സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹയുടെ ചരിത്രം പറഞ്ഞു അല്ലേ. ആ ചരിത്രങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നതിനപ്പുറം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്കുണ്ടല്ലോ, ആ ഷഹാദത്ത് കലിമ, ആ കലിമ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹ് പറയാണ്, അള്ളാഹ് പടച്ച തമ്പുരാൻ, ആ തമ്പുരാനോടൊപ്പം ചേർത്ത് വെക്കുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. മനസ്സിലായില്ലേ? എന്തേ നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ അവസാനിപ്പിച്ചില്ല. ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് തീർത്തില്ല പടച്ച തമ്പുരാൻ. പിന്നെ എന്താ പറഞ്ഞത്? വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താ അതിൻ്റെ അർത്ഥം? എന്തോ എന്താ ഗൂഗിളിൽ കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ തരുന്ന അർത്ഥം മാത്രമല്ല അതിനുള്ളത്. മനസ്സിലായില്ലേ? അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അത് എങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലിനെ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു തന്നു നമുക്ക്. എങ്ങനെ? ജീവൻ ജീവിച്ച് കാണിച്ചിട്ട്. ഉമർ ബിൻ ഖത്താബ് ഊരിപ്പിടിച്ച വാളുമായിട്ട് പുണ്യമുത്തു റസൂല് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ ആ വാളുമായിട്ട് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമം ചെറുതായിരുന്നില്ല. എന്തേ കാരണം? ഉമർ ബിൻ ഖത്താബിന് ബുദ്ധിസ്ഥിരത ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഉമർ ബിൻ ഖത്താബിന് പുണ്യമുത്ത് റസൂലിനോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എൻ്റെ മുത്ത് ഹബീബ് ഈ ലോകത്തോട് വിട പറഞ്ഞെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉമർ ബിൻ ഖത്താബ്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഅദ്ദിൻ ബിലാൽ ബിൻ റബാഹ്, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാലിനെ ബാങ്ക് വിളിക്കാൻ കയറ്റി മസ്ജിദുൽ നബവിയിലെ മിമ്പറിലേക്ക് സിദ്ദീഖുൽ അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ബിലാല് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ ബിലാലിന് സാധിച്ചില്ല. അതാണ് വിശ്വാസം. ഏത് വിശ്വാസം? ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹിക്കണം മുത്ത് റസൂലിനെ. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളും തെളിവുകളും ആവശ്യമില്ല എന്നുള്ളത് ഷഹാദത്ത് കലിമ തന്നെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പാഠം. അവിടെ നിന്നാണ് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഏതാണെങ്കിലും വലിയ അനുഭൂതിയുള്ള ഒരു വല്ലാത്തൊരു ഒരു എല്ലാം കൊണ്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുത്ത് റസൂലിൻ്റെ മദ്ഹ് പറയുന്ന സദസ്സിൽ പങ്കെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പിഞ്ചു മക്കളും പ്രായമായ കാരണവന്മാരും എല്ലാവരും ആലിമീങ്ങളും ഈ സാധാരണക്കാരും യുവാക്കളും എല്ലാവരും അണിചേരുന്ന ഒരു റാലിയുടെ ഭാഗമാകുക, അതിൽ പലരും മധുരം വിതരണം ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൗലിദിൻ്റെ സദസ്സിൽ കൂടിയിരുന്ന് ദുആക്ക് ആമീൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് ആകാൻ സാധിച്ചില്ലെങ്കിലും, ബിലാൽ ബിൻ റബാഹയാകാൻ സാധിച്ചില്ലെങ്കിലും, ഉമർ ബിൻ ഖത്താബ് ആകാൻ സാധിച്ചില്ലെങ്കിലും, അള്ളാഹിൻ്റെ റസൂലിനെ എന്നെ കൊണ്ട് കഴിയും പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്. റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ നമ്മളോട് തെളിവ് ചോദിക്കുമ്പോൾ, റസൂലിൻ്റെ ജന്മദിനം, റസൂലിനെ സ്നേഹിക്കാൻ എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ, റസൂല് പല രീതിയിൽ അള്ളാഹിൻ്റെ മുത്ത് ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് തെളിവ് ചോദിക്കുമ്പോൾ നിനക്ക് അസ്വസ്ഥതയുണ്ടാകുന്നുണ്ടെങ്കിൽ, അതാണോ സ്നേഹം? അതാണ് അൺകണ്ടീഷണൽ ലവ്. എല്ലാം അബൂബക്കർ സിദ്ദീഖിനെ പോലെ ആകാൻ സാധിക്കില്ല, എല്ലാം ബിലാൽ ബിൻ റബാഹയെ പോലെ ആകാൻ സാധിക്കില്ല, എല്ലാവർക്കും ഉമർ ബിൻ ഖത്താബിനെ പോലെ ആകാനും സാധിക്കില്ല. ഉമറിനെ പോലെ ഉമർ മാത്രം, ബിലാലിനെ പോലെ ബിലാൽ മാത്രം, അബൂബക്കർ സിദ്ദീഖിനെ പോലെ അബൂബക്കർ സിദ്ദീഖ് മാത്രം.
അപ്പം നമുക്ക് നമ്മളുടേതായ സ്നേഹം അള്ളാഹിൻ്റെ റസൂലിന് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ആ ചാരിതാർത്ഥ്യം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, എവിടെ നിന്ന് കിട്ടൂടോ? എന്ത് ചെയ്താലാ കിട്ടുന്നേ? അതിൻ്റെ കൂടെ മറ്റൊരു ഉറപ്പ് കൂടിയുണ്ട് നമുക്ക്. എന്താണ് ഉറപ്പ്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇൻ തമാമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവൻ്റെ കൂടെയാ. ആരെയാണ് നീ സ്നേഹിച്ചത്? ഏത് സ്നേഹം? ദാറ്റ് ഈസ് ദ അൺകണ്ടീഷണൽ ലവ്. നീ മനസ്സറിഞ്ഞ്, അവിടെ യുക്തിക്കോ മറ്റുള്ള ചോദ്യങ്ങൾക്കോ ഒരു രീതിയിലുമുള്ള സ്ഥാനവും സ്പേസും നൽകാതെ നീ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ്. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം മക്കളെ, മുത്ത് റസൂലിൻ്റെ ജന്മദിനത്തിന് നിങ്ങൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരുങ്ങി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മഹല്ലത്തുകളിൽ നിങ്ങൾ റാലി നടത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൗലിദ് പാരായണ സദസ്സുകൾ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ നിങ്ങൾ ഹദിയകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഇൻ തമാമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാ എന്ന് പറഞ്ഞ കൂട്ടത്തില് അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾ ഉറപ്പിച്ചോ? അതിനപ്പുറം ഇതിന് വേറെ തെളിവൊന്നും വേണ്ട. കാരണം എന്തറിയോ? ആ കാരണം എന്ന് പറയുന്നത് അള്ളാഹിന്റെ സൃഷ്ടിപ്പ്, അത് മനുഷ്യനാവട്ടെ, മൃഗങ്ങളാവട്ടെ, സസ്യങ്ങളാവട്ടെ, മലകളാവട്ടെ, കടലുകളാകട്ടെ, സമുദ്രങ്ങളാവട്ടെ, ആകാശമാവട്ടെ, എന്തുമാകട്ടെ, ഈ ലോകത്തെ പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പ് അത് അള്ളാഹിന്റെ റസൂലിന് വേണ്ടിയിട്ടാ. ഈ ലോകം തന്നെ അള്ളാഹിന്റെ റസൂലിന് വേണ്ടിയിട്ട്. ആ റസൂലിനെ ആഘോഷിക്കാൻ നമുക്കിനി വേറെ തെളിവുകളോ വേറെ കാരണങ്ങളോ വേണ്ട. അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞ കാരണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പടച്ച തമ്പുരാൻ അല്ലാ ഇലാഹ ഇല്ലല്ലയിൽ നിർത്തിയില്ല, വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലാഹുവിൻ്റെ റസൂല് ആഘോഷിക്കപ്പെടേണ്ട മഹൽ വ്യക്തിത്വം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിൽ മൗദൂദി ചാനലിലെ റിപ്പോർട്ടർ മങ്കൂസ് മൗലിദിലെ വരികൾ ഇങ്ങനെ ഈണത്തിൽ പാടിയിട്ട് അതിനുശേഷം തൻ്റെ റിപ്പോർട്ടിങ് തുടങ്ങുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിലേറെ സാറ്റിസ്ഫാക്ഷൻ വേറെ എന്താണുള്ളത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹ് അങ്ങനെ വാഴ്ത്തി പാടുകയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം എന്നുള്ളത്. ചിലരൊക്കെ മാറി നിന്ന് തെളിവ് ചോദിക്കുക. തെളിവുണ്ടെങ്കിലേ ഇവരിതൊക്കെ ചെയ്യുള്ളൂ എന്നാ. ആ തെളിവെന്താണെന്ന് ഇവനിക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താ അറിയോ? അതാണ് ഞാൻ പറഞ്ഞ ആ തൗഫീക്ക്. അത് അല്ലാഹ് നൽകിയിട്ടില്ല. ആ തൗഫീക്ക് നൽകിയവരിൽ ഏത്? അള്ളാഹിൻ്റെ പുണ്യ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൺകണ്ടീഷനായിട്ട് സ്നേഹിക്കാൻ തൗഫീക്ക് നൽകിയവരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, പിന്നെ ബിലാൽ ഇബ്നു റബാഹയുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന പല ആളുകളുമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കും അതിനൊരു തൗഫീക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ കിട്ടാത്ത ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്.